വെൽക്കം ടു അവർ ചാനൽ എജു ഈസ്. ഇംഗ്ലീഷിൻ്റെ ലോകത്തിലേക്ക് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാൻ 8ാം ക്ലാസ്സിൻ്റെ ഒരു ക്യാരക്ടർ സ്കെച്ചുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. ഇതൊരു PYQ ചോദ്യമാണ്, അതുകൊണ്ട് ഇനി വേണമെങ്കിലും നമുക്ക് എക്സാമിന് ചോദിക്കാം. ഒരു സിമ്പിളായിട്ട് ഒരു 5 മാർക്കിന് ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ക്യാരക്ടർ സ്കെച്ച്, മിസ്റ്റീരിയസ് പിക്ചർ എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ടൈലിൻ്റെ ഒരു ക്യാരക്ടർ സ്കെച്ചുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. നമുക്ക് നോക്കാം. Character sketch of Tile. Tile was an interesting character in the story മിസ്റ്റീരിയസ് പിക്ചർ. മിസ്റ്റീരിയസ് പിക്ചർ എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ഒരു ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടറാണ് ടൈൽ. ഹി വാസ് എ ടാലൻറ്റ് പെയിൻറ്റർ ആൻഡ് ഹിസ് പെയിൻറ്റിങ് ഹാഡ് ഗ്രേറ്റ് ഡിമാൻഡ് ഓൾ ഓവർ യൂറോപ്പ്. അദ്ദേഹം ഒരു ടാലൻ്റ് ആയിട്ടുള്ളൊരു പെയിൻറ്ററാണ്. ആൻഡ് ഹിസ് പെയിൻറ്റിങ് അദ്ദേഹത്തിൻ്റെ പെയിൻറ്റിങ് ഹാഡ് ഗ്രേറ്റ് ഡിമാൻഡ് ഓൾ ഓവർ ദ യൂറോപ്പ്. യൂറോപ്പിൽ മൊത്തം ഭയങ്കര ഡിമാൻഡ് ആണെന്നൊക്കെയാണ് പറയുന്നത്. ഹി വാണ്ടർ ഫ്രം കോർട്ട് ടു കോർട്ട് ഓൺ ഹിസ് ഡോങ്കി. അദ്ദേഹം ഒരു കോർട്ടിൽ നിന്ന് മറ്റൊരു കോർട്ടിലേക്ക് ഇങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് നടക്കുകയാണ്. ആരുടെ കൂടെ? ഹിസ് ഡോങ്കി, അദ്ദേഹത്തിൻ്റെ ഡോങ്കിയുടെ കൂടെ. ഹി വാസ് സ്ലിം ആൻഡ് ലുക്ക് ലൈക്ക് എ സ്കെൽറ്റൻ. ഹി വാസ് സ്ലിം ആൻഡ് ലുക്ക് ലൈക്ക് എ സ്കെൽറ്റൻ. അദ്ദേഹം വളരെ സ്ലിമ്മാണ്, അതുപോലെ കണ്ടാൽ ഒരു സ്കെൽറ്റൻ, ഒരു അസ്ഥികൂടം പോലെ ഇരിക്കും. കാരണം വെച്ചാൽ ഇപ്പോൾ അദ്ദേഹത്തിന് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, അപ്പം ആഹാരത്തിനൊന്നും വകയില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡോങ്കിയും രണ്ടുപേരെയും ബോത്ത് ആർ ലുക്ക് ലൈക്ക് എ സ്കെൽറ്റൻ. രണ്ടുപേരെയും കണ്ടാൽ ഒരുമാതിരി പട്ടിണി കിടന്ന ഇതുപോലെ തോന്നും, ഒരു സ്കെൽറ്റൻ പോലെ തോന്നും. ടൈൽ വിഷ്ഡ് ടു ബിക്കം എ കോർട്ട് പെയിൻറ്റർ. ടൈലിന് എന്താകാനാണ് ആഗ്രഹം? ഒരു കോർട്ട് പെയിൻറ്റർ ആകാനാണ് ആഗ്രഹം. ഹി ഓൾവേസ് വോർ എ ക്യാപ്പ് വിത്ത് 3 feathers ഓൺ ഇറ്റ്. അവൻ്റെ തലയിൽ എപ്പോഴും ഒരു ക്യാപ്പ് കാണും. ആ ക്യാപ്പിൽ ഒരു 3 feathers എപ്പോഴും ഇങ്ങനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? അനയിക്കൊണ്ടിരിക്കും. ഹി ഹാസ് എ സെൻസ് ഓഫ് ഹ്യൂമർ. വളരെ ഭയങ്കര ഹ്യൂമർ സെൻസ് ഉള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ ടൈല്. ആൻഡ് ഹി വാസ് എ ടോക്കറ്റീവ്. അദ്ദേഹം ഭയങ്കര സംസാരപ്രിയനുമാണ്. ഈ കാര്യങ്ങളൊക്കെ എഴുതിക്കൊണ്ട് പിന്നെ നമ്മുടെ കഥയിലേക്ക് എന്ത് ചെയ്താൽ മതി? കുറച്ചും കൂടെ ഒക്കെ പോയിൻറ്റ്സ് ഇലാബറേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ആ കഥ ആർച്ച് ഡ്യൂക്കിൻ്റെ കൊട്ടാരത്തിലൊക്കെ ചെന്ന കാര്യങ്ങളൊക്കെ ഇച്ചിരി കൂടെ ഇലാബറേറ്റ് ചെയ്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. അല്ലെങ്കിൽ ഇത്രയും എഴുതി വെച്ചാൽ നിങ്ങൾക്ക് ഒരു 5 മാർക്ക്, ഒരു 4 മാർക്ക് ഒക്കെ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും? കിട്ടും. ഇതാണ് ടൈലിൻ്റെ ക്യാരക്ടർ സ്കെച്ച്.